SFI നേതാവിന്റെ റൂമിൽ നിന്നാണ് പിടിച്ചതും കൂടി പറയണം. വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ പോരാ, SFIയുടെ നേതാവാണ്. നേതാവിൻ്റെ മുറിയിൽ നിന്നാണ് ഇത് പിടിച്ചത് എന്ന് പറഞ്ഞാൽ നേതാവ് അതിൻ്റെ കസ്റ്റോഡിയനാണ് എന്ന അർത്ഥത്തിൽ നിങ്ങളതിനെ വിലയിരുത്തണം. അപ്പോഴാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാവുക. ഭരിക്കുന്ന ഈ രാജ്യം ഭരിക്കുന്ന ഇടതുപക്ഷം, ആ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരും നേതാക്കളും ഇതുപോലെ മദ്യം കൊണ്ടുപോയി വിൽപ്പന നടത്തി ജീവിക്കുന്നിടത്തേക്ക് നാടെത്തിയിരിക്കുകയാണ്. ഈ നാടിനെ മോചിപ്പിക്കാൻ, കള്ളിൽ നിന്നും കഞ്ചാവിൽ നിന്നും ഈ രാജ്യത്തെ മോചിപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകണം. അതിൻ്റെ തുടക്കമാണ് നമ്മുടെ മഹിളാ സമരം. അത് കേരളത്തിലേക്ക് വ്യാപിക്കുകയാണ്. ആ സമരത്തിലൂടെ നമ്മളൊരു മോചനത്തിന് വേണ്ടിയുള്ള യുദ്ധപ്രഖ്യാപനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു KPCC. ആ തീരുമാനമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. ഇവിടെ കഞ്ചാവ് വേണോ, ഇവിടെ കള്ള് വേണോ, ഇവിടെ സാമൂഹ്യ ജീവിതം വേണോ, സമാധാനം വേണോ എന്ന് ജനം തീരുമാനിക്കട്ടെ. പ്രസിഡന്റ്, നമ്മുടെ ക്യാമ്പസുകളിലെ ഇത്തരം അപകടകരമായ ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതെ, അപ്പൊ എത്രത്തോളം ഇതിനെങ്ങനെ പ്രതിരോധിക്കും? ഇല്ല, അതിന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നൊരു നടപടിയില്ലല്ലോ. ഇപ്പൊ ഈ നടപടിയുടെ അകത്ത് പങ്കെടുത്ത് അറസ്റ്റ് ചെയ്യേണ്ടവരെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഒരാളെ ജാമ്യത്തിൽ വിടുന്നത് ശരിയാണോ? ഇത്രയും ഒരു നികൃഷ്ടമായൊരു പ്രവർത്തനം സംഘടിപ്പിച്ചിട്ട് എന്നിട്ട് അതിന് ജാമ്യം കൊടുക്കുക, കേസെടുക്കുക, പേര് കള്ളാസില്ലാത്തൊരു കേസ് ചാർജ് ചെയ്യുക, എന്നിട്ട് അവരെ എല്ലാം കേസും അങ്ങനെ തന്നെയാണ്. CPMന്റെ ആളുകൾ പ്രതിയായ എല്ലാ കള്ള് കേസുകളും എല്ലാ കഞ്ചാവ് കേസുകളും ജാമ്യത്തിൽ വിട്ട കേസേ ഉള്ളൂ. പോലീസിന്റെ ഭാഗത്ത് നിന്ന് കേസെടുത്ത പോലീസുകാർക്കാണ് സസ്പെൻഷൻ, അവർക്ക് ട്രാൻസ്ഫറാണ്, അവർക്ക് സസ്പെൻഷനാണ്. അല്ലാതെ കഞ്ചാവ് കൊണ്ടുപോയവന് ഇവിടെ സസ്പെൻഷൻ ഇല്ല. അങ്ങനെ ഈ നാട് മാറിപ്പോയിരിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ കീഴിൽ പോരാട്ടത്തിൽ മാധ്യമങ്ങളുടെ സഹകരണം വേണം. നിങ്ങൾ ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കണം, വാർത്തകൾ പ്രചരിപ്പിക്കണം, ജനമനസ്സിൽ അത് എത്തിക്കണം എന്ന് മാധ്യമങ്ങളോടുകൂടെ ഞാൻ ആവശ്യപ്പെടുകയാണ്.